നദികൾക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ ശാസ്ത്രത്തിന്റെ അതിർവരമ്പുകളെ വെല്ലുവിളിച്ചുകൊണ്ട്, പ്രകൃതിയുടെ നിയമങ്ങളെ പോലും തിരുത്തിക്കൊണ്ട്, ഒരു കടലിനെ മുഴുവൻ മെരുക്കി നിർത്തി അതിന്റെ നടുവിൽ ഒരു ശുദ്ധജല തടാകമൊക്കെ നിർമ്മിക്കുവാൻ മനുഷ്യന് സാധിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കരുതിയിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അസാധ്യമെന്നൊക്കെ തോന്നിക്കും. ഒരുപക്ഷെ ഭ്രാന്തൻ ചിന്തയെന്നൊക്കെ ലോകം തള്ളിക്കളഞ്ഞേക്കാവുന്ന ഒരു വലിയ സ്വപ്നം. പക്ഷേ ഓർക്കുക, ലോകം എപ്പോഴൊക്കെ ഒന്നിനെ അസാധ്യമെന്ന് വിളിച്ചിട്ടുണ്ടോ, അപ്പോഴൊക്കെ അതിനെ സാധ്യം എന്ന് മാറ്റിമറിച്ച ഒരു ചരിത്രമേ ഭാരതത്തിനുണ്ടായിട്ടുള്ളൂ. ശത്രുക്കൾക്ക് മുന്നിൽ അതിർത്തികൾ കാക്കുന്ന അതേ ദൃഢനിശ്ചയത്തോടെ വരാനിരിക്കുന്ന തലമുറകളുടെ ദാഹം മാറ്റാൻ സാക്ഷാൽ അറബിക്കടലിന്റെ നെഞ്ചു പിളർന്ന ഇന്ത്യ ഒരുക്കുന്ന ഒരു മഹാത്ഭുതമാണ് ദി കൽപസാർ പ്രോജക്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യന്റെ ബുദ്ധിയും ദീർഘവീക്ഷണവും എങ്ങനെയാണ് വിജയം കൈവരിക്കാൻ പോകുന്നതെന്നും ലോകരാജ്യങ്ങളെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒരുക്കാൻ പോകുന്ന ആ മാസ്റ്റർ പ്ലാൻ എന്താണെന്നും വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യും. വെൽക്കം ടു മൈ സയൻസ് ഗ്യാരേജ്. ഗുജറാത്തിലെ കമ്പത്ത് ഉൾക്കടൽ കൽപസാർ പ്രോജക്റ്റിനായി തിരഞ്ഞെടുത്തത് വെറുതെ ഒരു മാപ്പിലൊക്കെ നോക്കിയെടുത്ത തീരുമാനം മാത്രമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും സവിശേഷവുമായ ചില ഭൂമിശാസ്ത്ര ഹൈഡ്രോളജിക്കൽ ഘടകങ്ങൾ ഒത്തുചേർന്ന ഒരു പ്രതിഭാസ കേന്ദ്രമാണ് ഈ പ്രദേശം. ഇതിന്റെ ആകൃതി ഒരു വലിയ ചോർപ്പ് പോലെയാണ്. തെക്ക് ഭാഗത്ത്, അതായത് അറബിക്കടലിനോട് ചേരുന്ന ഭാഗത്ത് ഇതിന് ഏകദേശം 105 കിലോമീറ്ററിലധികം വീതിയുണ്ട്. എന്നാൽ നദികൾ വന്ന് പതിക്കുന്ന വടക്ക് ഭാഗത്തേക്ക് പോകുന്തോറും ഈ വീതി കുറഞ്ഞ് വെറും കിലോമീറ്ററുകൾ മാത്രമായി ചുരുങ്ങും. അണക്കെട്ട് നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന അലാദർ മുതൽ ഭാവ്നഗർ വരെയുള്ള ഭാഗത്ത് കടലിന്റെ വീതി താരതമ്യേന കുറവുമാണ്. ഇത്രയും വലിയൊരു ഉൾക്കടലിനെ അടച്ചുപൂട്ടാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു ജാമിതീയ ഘടന ഇന്ത്യയിലോ ലോകത്ത് തന്നെ വേറെ എങ്ങുമില്ല എന്നതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഒന്നാണ് കമ്പത്ത് ഉൾക്കടൽ. വേലിയേറ്റ സമയത്തും വേലിയിറക്ക സമയത്തും ജലനിരപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഏകദേശം 13 മീറ്റർ വരെയാണ്. സെക്കൻഡിൽ 3 മുതൽ 4.5 മീറ്റർ വരെ വേഗതയുള്ള ഭീമൻ അടിയൊഴുക്കുകൾ ഇവിടെ ഉണ്ടാകുകയും ചെയ്യും. കൽപസാർ പദ്ധതിയുടെ ലക്ഷ്യം കേവലം ശുദ്ധജല സംഭരണം മാത്രമല്ല, ഈ ശക്തമായ വേലിയേറ്റ വേലിയിറക്കങ്ങളെ പ്രയോജനപ്പെടുത്തി വലിയ തോതിൽ ടൈഡൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ഈ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത സഹായിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. അതേപോലെ ഉൾക്കടലിലേക്ക് വന്ന് പതിക്കുന്ന നദികളുടെ എണ്ണവും അവ കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ അളവുമാണ് ഇതിനെ ഒരു ശുദ്ധജല തടാകമാക്കി മാറ്റുവാൻ ഏറ്റവും അനുയോജ്യമാക്കുന്നതെന്ന് മനസ്സിലാക്കണം. മധ്യ ഇന്ത്യയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന നർമ്മദ, താപ്തി, മഹി, സബർമതി എന്നീ വലിയ നദികൾ വന്ന് പതിക്കുന്നത് കമ്പത്ത് ഉൾക്കടലിൽ തന്നെയാണ്. ഇവ കൂടാതെ വിദ്വാൻ ഭോഗാവോ, ലിൻഡി ഭോഗാവോ, സുഖ്ബദർ തുടങ്ങി 7ഓളം ചെറു നദികളും ഇതിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മഴക്കാലത്ത് ഈ നദികളിലൂടെ ഒഴുകി കടലിൽ പാഴാകുന്നത് കോടിക്കണക്കിന് ഗാലൻ ശുദ്ധജലമാണ്. ഉൾക്കടൽ ഒരു ഡാം വഴി അടയ്ക്കുന്നതോടെ ഈ നദീജലം കടൽ വെള്ളത്തെ തള്ളിമാറ്റി ആ പ്രദേശത്തെ പൂർണ്ണമായും ഒരു ഭീമൻ ശുദ്ധജല സംഭരണിയാക്കി മാറ്റും. എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഗുജറാത്തിന്റെ രണ്ട് പ്രധാന ഭൂപ്രദേശമായ സൗരാഷ്ട്ര മേഖലയും കിഴക്ക് തെക്കൻ ഗുജറാത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് കമ്പത്ത് ഉൾക്കടലാണ്. സൗരാഷ്ട്ര, കച്ച് മേഖലകൾ എപ്പോഴും കടുത്ത വരൾച്ചയും ഭൂഗർഭത്തിന് ഉപ്പിന്റെ അംശവും നേരിടുന്ന സ്ഥലങ്ങളാണ്. എന്നാൽ മറുവശത്തുള്ള തെക്കൻ ഗുജറാത്തിൽ വെള്ളം കൂടുതലുമുണ്ട്. ഖമ്പത്ത് ഉൾക്കടലിൽ ഡാം കെട്ടുന്നതിലൂടെ ഈ രണ്ട് മേഖലകളെയും ബന്ധിപ്പിക്കുവാനും കിഴക്കു നിന്നുള്ള വെള്ളം വറ്റിവരേണ്ട പടിഞ്ഞാറൻ മേഖലയിലേക്ക് കൃത്യമായി എത്തിക്കുവാനും കഴിയും. ഖമ്പത്ത് ഉൾക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയതും ആഴം കുറഞ്ഞതും ഒക്കെയാണ്. ഇവിടെ ഡാം നിർമ്മിച്ച് ജലനിരപ്പ് ക്രമീകരിക്കുന്നതോടെ വേലിയിറക്ക സമയത്ത് തുറക്കപ്പെടുന്ന ഏകദേശം 1.5 ലക്ഷം മുതൽ 2 ലക്ഷം ഹെക്ടർ വരെ ഭൂമി കടലിൽ നിന്ന് വീണ്ടെടുക്കുവാനും സാധിക്കും. ഇത് കൃഷിക്കും വൻകിട വ്യവസായങ്ങൾക്കും ഉപയോഗിക്കാമെന്നത് പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നുണ്ട്. കൽപസാർ പദ്ധതിയുടെ ഏറ്റവും നിർണായകരമായ സാങ്കേതിക വശങ്ങളിലൊന്നാണ് നർമ്മദയിലെ ഭട്ബൂത്ത് ബാരേജ്. കൽപസാർ പദ്ധതി പ്രകാരം ഖമ്പത്ത് ഉൾക്കടലിൽ നിർമ്മിക്കുന്ന ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന സ്രോതസ് നർമ്മദ നദിയാണ്. എന്നാൽ നർമ്മദയിലെ വെള്ളം നേരിട്ട് കടലിലേക്ക് ഒഴുക്കാതെ അതിനെ തന്ത്രപരമായി തിരിച്ചുവിടുന്ന ഡൈവേർഷൻ ഹബ്ബാണ് ഭട്ബൂത്ത് ബാരേജ്. ബരോസ് നഗരത്തിൽ നിന്നും ഏകദേശം 25 കിലോമീറ്റർ അകലെ നർമ്മദ നദി ഖമ്പത്ത് ഉൾക്കടലിൽ പതിക്കുന്നതിന് തൊട്ടു മുമ്പായി നിർമ്മിച്ചിട്ടുള്ള ഒരു ഭീമൻ തടയണയാണിത്. മഴക്കാലത്ത് സർദാർ സരോവർ ഡാം കരകവിഞ്ഞൊഴുകി കടലിലേക്ക് പാഴായി പോകുന്ന ഭീമമായ അളവ് വെള്ളം ഭട്ബൂത്ത് ബാരേജ് വഴി തടഞ്ഞു നിർത്തുന്നു. ഇവിടെ തടഞ്ഞു നിർത്തുന്ന ശുദ്ധജലം പ്രത്യേകമായി നിർമ്മിച്ച ഏകദേശം 30 മുതൽ 50 കിലോമീറ്റർ വരെ നീളമുള്ള വലിയ ഡയമീറ്ററുകളുള്ള കനാലുകളോ ഭീമൻ പൈപ്പ് ലൈനുകളോ വഴി കൽപസാർ തടാകത്തിലേക്ക് തിരിച്ചുവിടും.
കടലിന് നടുവിൽ ഒരു ശുദ്ധജല തടാകം എന്ന ആശയത്തിന് പിന്നിൽ 70 വർഷത്തെ ദീർഘവീക്ഷണത്തിന്റെ ചരിത്രമുണ്ട്. ഗുജറാത്തിലെ തീരദേശ ഭൂമി വീണ്ടെടുക്കുന്നതിനായി വന്ന നെഡേക്കോ എന്ന പ്രശസ്ത ഡച്ച് കമ്പനിയാണ് കമ്പത്ത് ഉൾക്കടൽ അടച്ചുപൂട്ടി ഡാം നിർമ്മിക്കാമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. രാജ്യസഭാംഗമായിരുന്ന ഭോഗിലാൽ ഷാ ഈ പദ്ധതി ഔദ്യോഗികമായി പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ തടാകത്തിന് ഗാന്ധി സാഗർ എന്ന് പേരിടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഗുജറാത്തിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ഡോക്ടർ വിധുഭായ് പട്ടേൽ ഈ ആശയത്തെ കൂടുതൽ ശാസ്ത്രീയമായി പരിഷ്കരിച്ചു. യുണൈറ്റഡ് നേഷൻസിന്റെ ടൈഡൽ പവർ വിദഗ്ധനായിട്ടുള്ള പ്രൊഫസർ എം വിൽസൺ ഇതിന്റെ ഊർജ്ജ സാധ്യതകളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഈ പ്രോജക്റ്റിനായിട്ടുള്ള ആദ്യത്തെ ഔദ്യോഗിക ഫീസിബിലിറ്റി റിപ്പോർട്ട് 1988-89കളിൽ തയ്യാറാക്കപ്പെട്ടു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതോടെ ഈ പദ്ധതിക്ക് കൂടുതൽ വേഗത വന്നു. അദ്ദേഹം ഇതിനായി പ്രത്യേക കൽപ്പസാർ വകുപ്പ് രൂപീകരിക്കുകയും ബഡ്ജറ്റിൽ വലിയൊരു തുക അതിനായി മാറ്റിവെക്കുകയും ചെയ്തു. സാങ്കേതിക പഠനങ്ങൾക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഏജൻസികളെ നിയമിക്കുകയും കൂടി ചെയ്തു. പദ്ധതിയുടെ സുതാര്യത പ്രേക്ഷകർക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഇതിന്മേൽ നടന്ന ആഗോള പഠനങ്ങളുടെ കൃത്യമായ ഫലങ്ങൾ അറിയേണ്ടതുണ്ട്. കൽപ്പസാർ ഡിപ്പാർട്ട്മെന്റ് വിവിധ ദേശീയ അന്തർദേശീയ ഏജൻസികളെ കൊണ്ട് 90-ലധികം പ്രത്യേക പഠനങ്ങൾ നടത്തി. അത്യാധുനിക എർത്ത് ഫിൽ സാങ്കേതികവിദ്യയും റോക്ക് ഫിൽ സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ച് നിർമ്മിച്ചാൽ റിക്ടർ സ്കെയിലിൽ ഉയർന്ന തീവ്രതയുള്ള ഭൂകമ്പങ്ങളെ പോലും പ്രതിരോധിക്കുവാൻ ഡാമിന് സാധിക്കുമെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞു. നെതർലാൻഡ്സിലെ ഡാമുകളുടെ ഘടന ഇതിനായി ഒരു മാതൃകയാക്കി മാറ്റി. ഡാമിന്റെ അടിത്തട്ടിൽ പ്രത്യേക സിൽട്ട് ഫ്ലഷിംഗ് ഗേറ്റുകളൊക്കെ സ്ഥാപിച്ചു. വേലിയിറക്ക സമയത്തുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ പുൾ ഉപയോഗിച്ച് രൂപപ്പെട്ടേക്കാം എന്ന് ഭയപ്പെടുന്ന ചെളി കടലിലേക്ക് തന്നെ ഒഴുക്കിക്കളയാൻ സാധിക്കുമെന്ന് മാത്തമാറ്റിക്കൽ മോഡലിങ്ങിലൂടെ കണ്ടെത്തുകയും ചെയ്തു. സമുദ്രത്തിൽ തുടക്കത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കാലക്രമേണ ഇത് വലിയൊരു ഇൻലാൻഡ് ഫിഷറീസ് ഹബ്ബായി മാറുകയും ചെയ്യും. 10 ലക്ഷം ഹെക്ടർ ഭൂമിക്ക് ജലസേചനം ലഭിക്കുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പരിസ്ഥിതി വ്യതിയാനം നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നതാണ് എന്ന് പഠനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. നദികളിലെ മലിനജലം തടാകത്തിൽ കെട്ടിക്കിടക്കാതിരിക്കാൻ കൃത്യമായ ഫ്ലഷിംഗ് സൈക്കിൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. മഴക്കാലത്ത് പുതിയ വെള്ളം വരുമ്പോൾ പഴയ വെള്ളത്തിന്റെ ഒരു ഭാഗം കടലിലേക്ക് തന്നെ തുറന്നുവിട്ട് തടാകം എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുവാൻ എഞ്ചിനീയറിംഗ് ഡിസൈനിങ്ങിലൂടെ സാധ്യമാകുമെന്നതും പഠനങ്ങളിലൂടെ കണ്ടെത്തി പ്രാവർത്തികമാക്കിയിട്ടുള്ളതാണ്. കൽപ്പസാർ പദ്ധതി കൃഷി, ഗതാഗതം, ഊർജം, സാമ്പത്തികം എന്നീ മേഖലകളെ ഒരേ സമയം ഉത്തേജിപ്പിക്കുന്ന ഒരു മൾട്ടി പർപ്പസ് മെഗാ പ്രോജക്റ്റാണ്. ഭീമമായ ശുദ്ധജല സംഭരണി എന്ന നിലയിലും സൗരാഷ്ട്ര, കച്ച് മേഖലകളിൽ ആവശ്യമായ ജലസേചന സൗകര്യം ഒരുക്കുന്നതും ഉപ്പുവെള്ള പ്രതിരോധ മാർഗം എന്ന നിലയിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പദ്ധതി കൂടിയാണിത്. നിലവിൽ ദക്ഷിണ ഗുജറാത്തിലെ സൂററ്റിൽ നിന്നും സൗരാഷ്ട്രയിലെ ഭാവ്നഗറിലേക്ക് പോകാൻ കമ്പത്ത് ഉൾക്കടൽ ചുറ്റി ഏകദേശം 240 കിലോമീറ്റർ സഞ്ചരിക്കണം. എന്നാൽ ഈ ഡാമിന് മുകളിലൂടെ നിർമ്മിക്കുന്ന 16 വരിപ്പാത വരുന്നതോടെ യാത്രാദൂരം വെറും 60 കിലോമീറ്ററായി ചുരുങ്ങുകയും ചരക്ക് ഗതാഗതം വേഗത്തിലാക്കി കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനം ലാഭിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒപ്പം അണക്കെട്ടിനോട് അനുബന്ധിച്ച് ശക്തമായ കാറ്റും സൂര്യപ്രകാശവും പ്രയോജനപ്പെടുത്തി വമ്പൻ വിൻഡ് മില്ലുകളും സോളാർ പാനലുകളും സ്ഥാപിക്കും. ഇതിലൂടെ 1500 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജവും 1000 മെഗാവാട്ട് സൗരോർജ്ജവും ഉൽപ്പാദിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്നുണ്ട്. സമുദ്ര മത്സ്യബന്ധനത്തിൽ നിന്നും ഈ പ്രദേശം ഒരു ശുദ്ധജല തടാകമായി മാറുന്നതോടെ ഉൾനാടൻ മത്സ്യകൃഷിക്ക് വലിയ സാധ്യതകളുണ്ടാവും. മത്സ്യ ഉൽപ്പാദനം നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയായി വർദ്ധിക്കുമെന്നാണ് കണക്കുകളൊക്കെ പറയുന്നത്. കടലിന് നടുവിൽ 60 കിലോമീറ്റർ നീളത്തിൽ ഒരു അണക്കെട്ട് നിർമ്മിച്ച് ഉപ്പുവെള്ളത്തെ മാറ്റി ശുദ്ധജലമാക്കുക എന്നത് എഞ്ചിനീയറിംഗ് ലോകത്തെ ഏറ്റവും സങ്കീർണമായ വെല്ലുവിളികളാണ്. സ്വന്തം രാജ്യത്തിന്റെ 1/3 ഭാഗവും സമുദ്രനിരപ്പിന് താഴെയായിട്ടും കടലിനെ മെരുക്കി ജീവിക്കുന്ന ഡച്ച് സാങ്കേതികവിദ്യയാണ് ഇവിടെ മാതൃകയായി സ്വീകരിച്ചത്. നെതർലാൻഡ്സ് അവരുടെ വടക്കൻ കടലിൽ നിർമ്മിച്ച അബ്സോല്യൂട്ടിക് അണക്കെട്ടിന്റെ സാങ്കേതികവിദ്യയാണ് ഇന്ത്യ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് കാണാം. കടലിൽ വലിയ കല്ലുകളും പ്രത്യേക കോൺക്രീറ്റ് ബ്ലോക്കുകളും ഉപയോഗിച്ച് ഡെക്കുകൾ നിർമ്മിച്ച് ഘട്ടം ഘട്ടമായി കടലൊഴുക്കിനെ നിയന്ത്രിക്കുന്ന ക്ലോഷർ മെത്തഡോളജി ഇതിനായി ഉപയോഗിക്കുകയും ചെയ്തു. ഡാം നിർമ്മിച്ചാലും അടിത്തട്ടിലൂടെയോ ഗേറ്റുകളിലൂടെയോ കടലിലെ ഉപ്പുവെള്ളം ഉള്ളിലേക്ക് അരിച്ചു കയറി ശുദ്ധജലത്തെ നശിപ്പിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ പ്രശ്നത്തിനും ഡച്ച് മാതൃകയിൽ അതിൻ്റെതായ പരിഹാരമുണ്ട്. നെതർലാൻഡ്സിലെ വമ്പൻ സമുദ്ര പ്രോജക്റ്റ് ആയിട്ടുള്ള ഡെൽറ്റ വർക്സിൽ ഉപയോഗിച്ചിരിക്കുന്ന തരത്തിലുള്ള സെൻസറുകളും ഡൈനാമിക് റെഗുലേറ്ററുകളും കൽപ്പസാറിലും വിഭാവനം ചെയ്യുന്നുണ്ട്. ഉള്ളിലെ ശുദ്ധജലത്തിന്റെ മർദ്ദം എപ്പോഴും കടൽ വെള്ളത്തിന്റെ മർദ്ദത്തേക്കാൾ അല്പം ഉയർത്തി നിർത്തുന്ന രീതിയിലാണ് ഇതിന്റെ ഹൈഡ്രോളിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് ഉപ്പുവെള്ളം അകത്തേക്ക് കയറുന്നത് സ്വാഭാവികമായിട്ട് തടയുകയും ചെയ്യും. കൽപ്പസാർ പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നെതർലൻഡ്സിനോടൊപ്പം ഏറ്റവും കൂടുതൽ ഉദാഹരിക്കാറുള്ളത് മറ്റൊരു ആഗോള മഹാത്ഭുതമാണ് ദക്ഷിണ കൊറിയയിലെ സൊമാർഗ്യം സീവോൾ പ്രോജക്റ്റ്.
കടലിനെ മതിൽ കെട്ടി വേർതിരിച്ച് ഒരു പുതിയ ഭൂപ്രദേശം സൃഷ്ടിക്കുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയഗാഥകളിൽ ഒന്നാണിത്. ദക്ഷിണ കൊറിയയിലെ യെല്ലോ സീയിൽ നിർമ്മിച്ചിരിക്കുന്ന സൊമാങ്ക്യം സീവോളിന് 33.9 കിലോമീറ്റർ നീളമുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ കടൽ മതിലായി ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ഒന്നാണിത്. കൽപ്പസാർ പ്രോജക്റ്റിലും കമ്പത്ത് ഉൾക്കടലിന് കുറുകെ ഏകദേശം 30 കിലോമീറ്ററിലധികം ഭാഗം പൂർണ്ണമായും കടലിനുള്ളിലാണ് വരുന്നത്. കടുത്ത സമുദ്രജല പ്രവാഹങ്ങളെ അതിജീവിച്ച് ഇത്രയും നീളത്തിൽ കടലിൽ ഒരു മതിൽ പണിയുക പ്രായോഗികമാണെന്ന് കൊറിയൻ സാങ്കേതികവിദ്യ അവലംബിച്ച് നമ്മൾ പ്രതീക്ഷ വെക്കുന്ന ഒന്നാണ്. സൊമാങ്ക്യം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കടൽഭിത്തി കെട്ടി ഉള്ളിലെ വെള്ളം വറ്റിച്ചും ജലനിരപ്പ് ക്രമീകരിച്ചും പുതിയ ഭൂമി വീണ്ടെടുക്കുക എന്നതായിരുന്നു. ഈ പദ്ധതിയിലൂടെ ദക്ഷിണ കൊറിയ ഏകദേശം 450 ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് കടലിൽ നിന്ന് പിടിച്ചെടുത്തത്. കൽപ്പസാർ പദ്ധതിയൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ ഖമ്പത്ത് ഉൾക്കടലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 1.5 മുതൽ 2 ലക്ഷം ഹെക്ടർ വരെ ഭൂമി ഇന്ത്യക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ കണക്കുകൾ കൂട്ടുന്നത്. ഏതൊരു വൻകിട പദ്ധതിയെയും പോലെ കൽപ്പസാറിനും ചില വെല്ലുവിളികളൊക്കെ ഉണ്ട്. പല പരിസ്ഥിതി പ്രശ്നങ്ങളാൽ ഡാമിന്റെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കും എന്നതുപോലെയുള്ള പ്രധാന ചോദ്യങ്ങളുണ്ട്. എന്നാൽ നെതർലൻഡ്സിലെ 90 വർഷത്തെ ഡാം സുരക്ഷാ അനുഭവങ്ങൾ മുൻനിർത്തി ഈ വെല്ലുവിളികളെ മറികടക്കാനാണ് ശാസ്ത്രജ്ഞരുടെ തീരുമാനം. അസാധ്യമെന്ന് കരുതിയതിനെയൊക്കെ സാധ്യമാക്കുന്ന പുതിയ ഭാരതത്തിന്റെ പ്രതീകമാണ് കൽപ്പസാർ പ്രോജക്ട്. അപ്പോൾ ഈ മഹാത്ഭുതം യാഥാർത്ഥ്യമാകുമ്പോൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഖ്യാതി ഒന്നുകൂടി ഉയരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയും ചെയ്യരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ലിജു സൈനിങ് ഓഫ്.